Hey students, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ പ്ലാനിങ് ഓഫ് ബിൽഡിങ്സ് ആണ്. അപ്പോൾ നമുക്ക് MCQ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ഒക്കെ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലുള്ള ചാപ്റ്റർ അല്ല സബ്ജക്റ്റ് ഏകദേശം നമ്മളെല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതായത് ഒന്ന് ചോദിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും കുറഞ്ഞത് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണ് ഏത് പോർഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏത് പോർഷനാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ടും ചെയ്ത് ഒരു ദിവസം ഒരെണ്ണമെങ്കിലും വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റെഫേഴ്സ് ടു ദ ഇഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിറൈവിംഗ് ദ മാക്സിമം ബെനിഫിറ്റ്സ് ഫ്രം ദ മിനിമം ഡയമെൻഷൻസ് ഓഫ് എ റൂം. അതായത് മിനിമം ഡയമെൻഷൻ, റൂമിന് മിനിമം ഡയമെൻഷൻസ് കൊടുത്തുകൊണ്ട് മാക്സിമം ബെനിഫിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ആ സ്പേസിങ്ങിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റൂമിനസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ആൻസർ ടു എന്താ? ഓപ്ഷൻ ബി, റൂമിനസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നത്തിങ് ബട്ട് ദ മൂവ്മെൻറ്റ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, അതായത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ ഫ്ലോർ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് പാസേജസ്, കോറിഡോഴ്സ് ഒക്കെ വരുന്നത് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സർക്കുലേഷനാണ്. അതായത് ഫ്ലോർസ് തമ്മിലുള്ള ഒരു മൂവ്മെൻറ്റ്, അതായത് സ്റ്റെയേഴ്സും ലിഫ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ് നമ്മൾ വെർട്ടിക്കൽ സർക്കുലേഷൻ എന്നാണ് പറയുക. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ, സർക്കുലേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡാഷ് is a set of rules that specify the standards of constructed objects such as buildings and non-building structures. And start in the option A, building code ആണ്. Okay, next one, which is not included in the building codes. Building codes-ൽ ഇതിലേതാണ് ഇൻക്ലൂഡ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആയിട്ട് എന്താ? ഓപ്ഷൻ സി, പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, combining two or more plots as a single plot is known as എന്താണ്? amalgamation എന്നാണ് പറയുക. ഓപ്ഷൻ എ, amalgamation. നെക്സ്റ്റ് വൺ, which is not a building bylaw characteristics. അപ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്, the rules must be specific, clear, and the language of rules should be grammatically correct. Okay, next one, terms used should be defined clearly so that there must be one and only one meaning of term. Next one, due to some special conditions or requirements, some bylaws differ from the bylaws of other places. Okay, next one, no modification is allowed if required. Answer to another, no modification is allowed if required. Okay, next question, which of the following is not a zone? Okay, answer to another, option D, electrical. Next one, which is not a type of building? നമുക്കറിയാം, എഡ്യൂക്കേഷണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് അക്കോർഡിംഗ് ടു ഒക്യുപ്പൻസി, ഇതെല്ലാം ടൈപ്പ് ഓഫ് ബിൽഡിങ്സിൽ വരുന്നതാണ്. അപ്പോൾ അല്ലാതെ വരുന്ന എന്താണ്? ഓപ്ഷൻ ഡി, ഡൊമസ്റ്റിക് ബിൽഡിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ അപ് ടു വിച്ച് ദ പ്ലിന്ത് ഓഫ് എ ബിൽഡിംഗ് അഡ്ജോയിനിങ് എ സ്ട്രീറ്റ് മേ ബി ലോഫുള്ളി എക്സ്റ്റെൻഡഡ് ഇസ് നോൺ ആസ് എന്താണ് പറയുക? ഓപ്ഷൻ എ, ബിൽഡിംഗ് ലൈൻ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the name of group institutional building was classified. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് തന്നെ ഇതാണ്, ഗ്രൂപ്പ് സി ആണ്. അതുപോലെ തന്നെ വേറെ എല്ലാ ഗ്രൂപ്പ്സും നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ബി ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്താണ് സ്ലീപ്പിംഗ് പർപ്പസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിംഗ് ഏതാണ്, ഇങ്ങനെയുള്ള ഇടയിൽ നിന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സബ് ഡിവിഷൻസിൽ നിന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്
കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക. അപ്പോൾ അതിൽ വരുന്ന സബ് ഡിവിഷൻസ്, ഓക്കെ, അതുപോലെ തന്നെ ടൈപ്സും അതിൻ്റെ ഡെഫിനേഷനും. അപ്പോൾ ഡെഫിനേഷൻ ചോദിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിംഗ് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ എല്ലാതരം ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, അതിൻ്റെ ഡെഫിനേഷൻ, സബ് ഗ്രൂപ്പ്സ്, സബ് ഡിവിഷൻസ്, ഇതെല്ലാം വൃത്തിയായിട്ട് തന്നെ ഡെഫിനേഷൻസ് പഠിക്കുക. ഓരോ ഡെഫിനേഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റ് നമ്മളിന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് RCC സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യുക. താങ്ക് യു.